ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദ മൈൻഡ്ഫുൾ മിനിമലിസ്റ്റ്. ഇത് സെപ്റ്റംബർ 7 നൈറ്റിന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. 8 എൻ്റെ ബർത്ത്ഡേ ആണ്. 4th 5th 6th എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. സോ 7 നൈറ്റ് ഓഫ് ആയതുകൊണ്ട് ചേട്ടായിക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ ചേട്ടായി ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടായി സ്ഥിരം കേക്ക് വാങ്ങുന്ന ഷോപ്പിൽ പോയിട്ട് നീ ഒരു കേക്ക് വാങ്ങി വെക്കേ, നൈറ്റ് ഞാൻ വന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഞാനല്ലേ കേക്ക് വാങ്ങണ്ടേന്ന്. Happy birthday to you. Happy birthday. Happy birthday, dear mommy. Happy അക്കുവിൻ്റെയും എൻ്റെയും ചേട്ടായുടെയും ഒക്കെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സ്ഥിരമുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ, ആർക്കാണ് ആദ്യം കൊടുക്കേണ്ടതെന്ന്. ഞാനിപ്പോൾ പഠിച്ചു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അക്കുവിൻ്റെ 2 years ago ബർത്ത്ഡേക്ക് ഞങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിരുന്നു. അന്ന് അക്കു കേക്ക് കട്ട് ചെയ്ത ശേഷം ഞങ്ങളുടെ രണ്ടുപേരുടെയും വായിൽ വെച്ച് തന്നപ്പോൾ ഗസ്റ്റിൽ ഒരാൾ പറഞ്ഞു, നമ്മളാണ് ബർത്ത്ഡേക്കാരന് കേക്ക് കൊടുക്കേണ്ടതെന്ന്. സോ ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് മനസ്സിലായി. ഞാനപ്പോൾ ചേട്ടായോട് പറയാണ് എൻ്റെ വായിൽ കേക്ക് വെച്ച് തന്ന്. ഈ കേക്ക് ആര് വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ മോർണിംഗ് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് റൂമിൽ പോയി മഞ്ജു വാര്യൻ്റെ പുതിയ ഫിലിമില്ലേ ഫുട്ടേജ്, അത് കണ്ടു. 18+ മൂവിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ റൂമിൽ വെച്ച് കണ്ടത്. അല്ലെങ്കിൽ ഞാൻ ടി വിയിലാണ് സാധാരണ ഫിലിം കാണാറുള്ളത്. മൊബൈലിൽ കാണുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ല. എന്തായാലും ആ മൂവി തീർന്ന് 2 hours കിടക്കാമെന്ന് പറഞ്ഞ് അലാമൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ കിടന്നു. 2:30 ആയപ്പോഴേക്ക് ഉണർന്നു കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ താഴെ വന്നു, അവർക്ക് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ചേട്ടായി വിളിച്ചു. ചേട്ടായി ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് വിളിച്ചാണ് കേട്ടോ. പറഞ്ഞു എന്നോട് ബ്രേക്കിന് ഇറങ്ങിയപ്പോൾ ഒരു കേക്ക് വാങ്ങി വെച്ചു എന്ന്. അല്ലെങ്കിലും ചേട്ടായി വാങ്ങിയില്ലെങ്കിലും ഞാൻ കേക്കൊന്നും വാങ്ങാൻ പോവില്ല കേട്ടോ. ബിക്കോസ് ഓൾറെഡി ഞാൻ എക്സോസ്റ്റഡ് ആണ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ ഒരു 5 hours എങ്കിലും മിനിമം ഉറങ്ങി എണീറ്റാലേ ഞാൻ ഉഷാറാവുള്ളൂ. റൂം വിൻഡോ ബ്ലൈൻഡ് ഇട്ട് ബ്ലാക്ക് കേർട്ടൻ ഇട്ട് ഐ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഉറങ്ങി എണീറ്റാൽ നല്ല ഉഷാറുമാണ്. ബട്ട് നൈറ്റ് ഓഫിന് ചേട്ടായിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഡേ സ്ലീപ്പ് ഡിഫിക്കൽട്ടാണ്. അത് നൈറ്റിലാണ് ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാറ്. അതാണ് പതിവ്. ബട്ട് ഇന്ന് 2 hours ഉറങ്ങിയുള്ളൂ. അത് കഴിഞ്ഞ് ഉണർന്ന് വീടൊക്കെ തൂത്തു, ഫ്ലോർ മോപ്പ് ചെയ്തു, സിയയ്ക്ക് ഷവർ കൊടുത്തു. ലാസ്റ്റ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടായി വന്നത്. അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചു. പിന്നെ വന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊരു സർപ്രൈസ് കേക്ക് കട്ടിങ്ങൊന്നും അല്ല. ചേട്ടാ എന്നെ ഉച്ചയ്ക്ക് എന്നെ വിളിച്ച് പറഞ്ഞു കേക്ക് വാങ്ങി വെച്ചെന്ന്. അങ്ങനെ എനിവേ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തു. അവർ രണ്ടുപേരും മുകളിൽ കിടക്കാൻ വേണ്ടി പോയി കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും ചേട്ടായും കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. ചേട്ടായിക്ക് ഞാൻ ഒരു കമ്പനി കൊടുത്തു. ഞാനും 2 ബിയറൊക്കെ കഴിച്ചു, വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങളങ്ങനെ എപ്പോഴും ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്നവരല്ല. വളരെ അപൂർവമായിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കാറുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പരസ്പര അഭിപ്രായങ്ങൾ പറയും. എൻ്റെ കൂട്ടുകാരെ പറ്റി പറയും, എനിക്കിഷ്ടമുള്ളവരെക്കുറിച്ച് പറയും, ഇഷ്ടമില്ലാത്തവരെക്കുറിച്ച് പറയും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ചിലപ്പോൾ അടിയിലാണ് കലാശിക്കാറുള്ളത് മിക്ക സമയത്തും. പക്ഷേ ഇന്നലെ എന്തായാലും അടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ. അത് കഴിഞ്ഞ് ചേട്ടായി കുറേ നേരം കൂടെ കിച്ചണിലിരിക്കും. പിന്നെ ഫുഡൊക്കെ കഴിച്ചാണ് വരുന്നത്. ഞാൻ നേരത്തെ പോവും, അതാണ് പതിവ്. സാധാരണ പിള്ളേരുടെ കൂടെയാണ് പോകാറുള്ളത്. ഇന്ന് കുറച്ച് നേരം കൂടെ ഇരുന്നത് കാരണം ഞാൻ പിന്നീട് ചെന്നപ്പോഴേക്ക് പിള്ളേർ ഉറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ കുറേ നേരം ഞങ്ങളെടുത്ത വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തു. വീഡിയോയുടെ കുറച്ച് ഭാഗം എടുത്ത് ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീലാക്കി ഇട്ടു. പിന്നെ 2-3 ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്തു. ഇൻസ്റ്റയിലെ ഫോട്ടോസും വീഡിയോസൊക്കെ ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്കിൽ ഷെയർ ആയിക്കോളും. അത് കഴിഞ്ഞു. പിന്നെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലെ എയർപോഡും വെച്ച് വീഡിയോസൊക്കെ കേട്ട് എപ്പോഴോ കിടന്ന് ഉറങ്ങിപ്പോയി. രാവിലെ ഉണർന്ന് നോക്കിയപ്പോൾ ഒരുപാട് മെസ്സേജസ് ഉണ്ടായിരുന്നു. ബർത്ത്ഡേ വിഷസ് എല്ലാത്തിനും ഞാൻ റിപ്ലൈ ഒക്കെ കൊടുത്തു. ഈ ഇയറിലെ എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയത് 5th-നോ 4th-നോ അങ്ങാണ്ടാണ് കേട്ടോ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരിയാണ്. ഇതാണ് ഷിനിയുടെ എന്നാണ് അവളുടെ പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവളാണ് എൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് തന്നത്. എനിക്കത് ഗിഫ്റ്റും ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ. ടാരോ കാർഡ്സാണ് എനിക്ക് തന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളൊരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ ആ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയപ്പം. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഒരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു പായസവും വെക്കണമെന്ന് തോന്നി. അങ്ങനെ അതിനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. ഞാൻ അത്ര നല്ല കുക്കൊന്നുമല്ല. അതിന് കാര്യമുണ്ട്. കല്യാണം കഴിഞ്ഞപ്പം ചേട്ടായി ഇതാണ്ടടാ അടിപൊളി കുക്കാണ്. നോൺ വെജൊക്കെ നല്ല സൂപ്പറായിട്ട് വയ്ക്കും. പിന്നെ കല്യാണത്തിന് മുമ്പാകട്ടെ
എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും എൻ്റെ രണ്ടാമത്തെ ചേട്ടനും നന്നായിട്ട് കുക്ക് ചെയ്യും. എൻ്റെ ഇളയ ചേട്ടന് കേറ്ററിംഗ് ആണ് പുള്ളിയുടെ ജോബ് തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് വീട്ടിൽ കുക്ക് ചെയ്യാനുള്ള അവസരമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. കഴിക്കാൻ എനിക്കിഷ്ടമാണ്, പക്ഷേ കുക്കിംഗ് എനിക്ക് ഇച്ചിരി മടിയാണ്. പക്ഷേ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. മുട്ട പപ്സ്, നമ്മളെ മെയിൻ ഫുഡ് അല്ലാത്ത സ്നാക്സ് ഐറ്റംസ് അല്ലേ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പരീക്ഷിക്കാറുണ്ട്. പക്ഷേ നോൺ വെജ് ഒട്ടും എന്നെക്കൊണ്ട് ചേട്ടായി തൊടിയിക്കാറില്ല. ചേട്ടാ പറയും ആ സാധനം കൂടെ വേസ്റ്റ് ആവും ഞാൻ ഉണ്ടാക്കിയാലെന്നും. പക്ഷേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. പിന്നെ പച്ചക്കറി തോരൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ ഫ്ലോപ്പ് ആവാണ്ട് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈയിടെയായിട്ട് കുറേ വട്ടം ബിരിയാണി എന്നെ ചതിച്ചു. ബിരിയാണി പാളിപ്പോവാറാണ് പതിവ്. എനിവേ ഇന്ന് ഞാൻ കൈ പ്രയോഗം തുടങ്ങുകയാണ്. ഒരു ബിരിയാണി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അതേ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരു പാത്രം വെക്കും കേട്ടോ, ഇങ്ങനെ പീലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അത് അവിടെ എല്ലാം ചേട്ടയാണെങ്കിൽ ആ കൗണ്ടർ ടോപ്പ് ഫുള്ള് ഇതെല്ലാം ഇങ്ങനെ വലിച്ചു വാരിയിടും. എനിക്കാണെങ്കിൽ അത് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്താണ് അതിൻ്റെ തൊലികളൊക്കെ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി എംപ്റ്റി ചെയ്യാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ്, നമ്മൾ ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കേണ്ട. അങ്ങനെ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുക്കിങ്ങിൻ്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് പിറ്റേ മാസമാണ് കേട്ടോ എനിക്ക് 21 വയസ്സാവുന്നത്. കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് ഞാനും ചേട്ടായി ഒരുമിച്ച് ബോംബെക്ക് പോവുകയാണ് ചെയ്തത്. ചേട്ടായി ഇന്ത്യൻ നേവിയിലായിരുന്നു. ഇന്ത്യൻ നേവി ബാൻഡിലെ മ്യൂസിഷ്യനായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പം കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് ക്വാർട്ടേഴ്സ് കിട്ടാറായിട്ടില്ല. അതായത് നമ്മൾ ഫാമിലി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ പേര് വന്ന് അങ്ങനെയൊക്കെ നമുക്ക് ക്വാർട്ടേഴ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഇച്ചിരി ചടങ്ങായിരുന്നത് കാരണം ചേട്ടയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിയുടെ വൈഫ് സെക്കൻഡ് ഡെലിവറിക്ക് നാട്ടിൽ പോയിരിക്കുമായിരുന്നു. പുള്ളി ഷിപ്പിൽ ക്രൂസ് പോയിരിക്കുമായിരുന്നു. അങ്ങനെ അവരെ ക്വാർട്ടേഴ്സിലാണ് ഞങ്ങൾ നേരെ ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെന്ന് സെക്കൻഡ് ഡേ മോർണിംഗ് ആയപ്പോൾ ചേട്ടാ എന്നോട് പറഞ്ഞു, മോളിനി പോയി കുക്ക് ചെയ്തോ, ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കിക്കോ, അവിടെ എല്ലാ സാധനങ്ങളും ചേട്ടായി വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നോ, ഞാൻ പേടിച്ചു പോയിട്ട് ഞാൻ എന്ത് പോയി ഉണ്ടാക്കും, എനിക്ക് ഒരു വക എനിക്കറിയില്ല. അതായത് +2 കഴിഞ്ഞ പാട് ഹോസ്റ്റലിൽ നിന്നിട്ടാണ് ജനറൽ നഴ്സിംഗ് പഠിച്ചത്, 3.5 വർഷം അവിടെ. അങ്ങനെ ലാസ്റ്റ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോഴാണ് ചേട്ടായി വന്ന് എന്നെ പെണ്ണ് കണ്ടിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് 6-7 മാസം ഞാൻ വീട്ടിൽ നിന്നു. ആ സമയത്ത് അമ്മ എപ്പോഴും പറയും, കല്യാണം കഴിച്ച് പോകാൻ പോകുന്ന പെണ്ണാണ്, എന്തെങ്കിലും വന്ന് പഠിക്കുക എന്നൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ആര് കേൾക്കാൻ, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യം നമ്മൾ എങ്ങനെ പഠിക്കും. അങ്ങനെ എനിവേ ഞാനത് പഠിക്കാനൊന്നും നിന്നില്ല. ഞാൻ പോയി പഠിച്ചില്ല, അങ്ങനെ കറങ്ങി നടന്നു. അതൊക്കെ കഴിഞ്ഞ് എന്തായാലും കല്യാണം കഴിഞ്ഞ് ആ ദിവസം അത്രയും നാൾ ആലപ്പുഴയിലുണ്ടായിരുന്നപ്പം ചേട്ടയുടെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും, ആലപ്പുഴയിൽ അമ്മച്ചി. അതുകൊണ്ട് അമ്മച്ചിയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ പണ്ട് എൻ്റെ വീട്ടിൽ ചെയ്ത അതേ പരിപാടി, ഉള്ളിയൊക്കെ പൊളിച്ചു കൊടുക്കുക, തേങ്ങയൊക്കെ തിരുമ്മി കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് ഞാൻ നിൽക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒറ്റയ്ക്കായപ്പം അതിനുള്ള മാർഗ്ഗം ഞങ്ങൾക്കില്ല, എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യണം. എന്തായാലും 2-3 ദിവസം കൊണ്ട് ചേട്ടായിക്ക് മനസ്സിലായി എനിക്കൊരു വക അറിയത്തില്ലെന്ന്. അതുമാത്രമല്ല, ആദ്യം ചേട്ടാ ദേഷ്യപ്പെടാറൊന്നുമില്ല. ചേട്ടാ പറയും ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്, കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ചേട്ടായിക്ക് ദേഷ്യം വന്നൊരു കാര്യം, ഒരു ദിവസം ദേഷ്യപ്പെട്ടു. അതായത് ഒരു ദിവസം ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടി അരിയിട്ട് വയ്ക്കുന്ന ബക്കറ്റ് തുറന്നപ്പം അതിനകത്തുണ്ടടാ അരിയില്ല. ഞാനപ്പോൾ ചേട്ടയെ വിളിച്ച് പറയാം, ചേട്ടാ ഇന്ന് ചോറ് വയ്ക്കാൻ അരിയില്ല. അപ്പോൾ ചേട്ടാ എന്നോട് ദേഷ്യപ്പെട്ടു, ഇന്നലെ നീ ചോറ് വയ്ക്കുമ്പോൾ നീ കണ്ടില്ലേ അരി തീർന്നു എന്നുള്ള കാര്യം, എന്നിട്ട് നീ ഇന്നാണോ നോക്കുന്നത്? അപ്പോഴാണ് ഗൈസ് എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ നേഴ്സിങ്ങിന് നിൽക്കുമ്പോൾ തന്നെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സ്റ്റോക്ക് തീരുന്നതിന് മുമ്പേ നമ്മളത് അവൈലബിൾ ആക്കി വെക്കുക, ഇതൊക്കെ നമ്മൾ നേഴ്സിങ്ങിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഭയങ്കര പോറാണെന്ന് അവർ നമുക്ക് മാർക്കിട്ട് തരും. അങ്ങനെ എനിവേ ഞാൻ ആ ഒരു കാര്യം അവിടെ വെച്ച് പഠിച്ചു. പിന്നീട് ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് ഞാൻ ഇപ്പോഴും വരുത്താറില്ല. അങ്ങനെ എൻ്റെ ബിരിയാണി ഇതേ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഈ ഭാഗമൊക്കെ ഞാൻ അക്കുനെ കൊണ്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യിപ്പിച്ചത്. കാരണം എനിക്കിതെല്ലാം 2 കൈയിലും കൊണ്ട് പാത്രം പിടിക്കുക, സാധനങ്ങളിടുക, ഇതെല്ലാം കൂടെ നടക്കുന്നില്ല. എവിടെയും ചാരി വെച്ചിട്ടും എനിക്ക് സ്റ്റാൻഡൊന്നുമില്ല ഗൈസ്. അത് കാരണം ഞാൻ അക്കുനെ വിളിച്ചു, ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അക്കൂസാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത്. പാവം. പതിവ് പോലെ തന്നെ ഇന്ന് കുക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ യൂട്യൂബ് എടുത്തു. അതിലൊരു കുക്കർ ബിരിയാണി ഞാൻ സെർച്ച് ചെയ്തു. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് 5 മിനിറ്റ്സുള്ളൊരു വീഡിയോ ഞാൻ എടുത്തിട്ട് 5 മിനിറ്റ് എന്നുള്ളത് 50 മിനിറ്റ് കൊണ്ട് ഞാൻ 50 പ്രാവശ്യം ഞാൻ കണ്ട് 65 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ആ സാധനം കുക്ക് ചെയ്ത് തീർക്കുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്.
അങ്ങനെ ഇന്ന് എന്തായാലും ഞാൻ കുക്കർ ബിരിയാണി അല്ല സെർച്ച് ചെയ്തത് ആക്ച്വലി, ഒരു നോർമൽ ബിരിയാണി. അപ്പോൾ നോക്കിയപ്പം കുക്കർ ബിരിയാണി സിമ്പിളി ഒരു 2-3 മിനിറ്റത്തെ വീഡിയോ, ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, അവർ കാണിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ പോലെ തന്നെ എല്ലാം സ്പൈസസ് ഇട്ടു, പിന്നെ മുളക് പൊടി, ചിക്കൻ ക്യൂബ്സ് ഇട്ടു. അങ്ങനെയാണ് ഞാനിപ്പം വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് എപ്പോഴും ചിക്കൻ്റെ മസാല ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഞാനൊരു ചിക്കൻ മസാലയും അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്ത് തന്നെ അത് ഞാൻ ഡിവൈഡ് ചെയ്തെടുത്തു കേട്ടോ. ഞാൻ കുറച്ചധികം അരി ഇട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്ക് സിയ അങ്ങോട്ട് വന്നു കേട്ടോ. സിയ വന്നിട്ട് എൻ്റെ ഷൂ റാക്കിൽ പോയിട്ട് എൻ്റെ ഷൂസ് എടുത്തുകൊണ്ട് വന്ന് അതിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അക്കു കുറച്ച് നേരം സിയാപ്പിനെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഗൈസ് എൻ്റെ ബിരിയാണി അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താവുമെന്ന് ഒരു രക്ഷയുമില്ല. എന്തായാലും അവസാനം ഞാൻ മസാല 2 കുക്കറിനകത്തോട്ടും ഡിവൈഡ് ചെയ്തെടുത്തു. എന്നിട്ട് ചിക്കനും 2ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിടുകയാണ്. ആ വലിയ കുക്കറിനകത്ത് ഞാൻ 1.5 കപ്പ് അരിയും ചെറിയ കുക്കറിൽ 1 കപ്പ് അരിയുമാണ് വെച്ചത്. എന്നിട്ട് അതിനുള്ള പാകത്തിനുള്ള വെള്ളവും ഞാൻ ഡിവൈഡ് ചെയ്ത് തന്നെ ഒഴിച്ചു. അതായത് 1.5 കപ്പിട്ട കുക്കറിൽ 3 കപ്പ് വെള്ളവും 1 കപ്പ് അരിയിട്ട ചെറിയ കുക്കറിൽ ഞാൻ 2 കപ്പ് വെള്ളവും ഒഴിച്ചു. അങ്ങനെ അവർ ഗൈഡ് ചെയ്തിരിക്കുന്നതനുസരിച്ച് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പം ഓഫ് ചെയ്ത് വയ്ക്കുക. ആവിയെല്ലാം തീർന്നു കഴിയുമ്പം അത് തുറക്കുക. പിന്നെ ഞാൻ പാകത്തിന് ഉപ്പ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉപ്പൊക്കെ ഇട്ടു. ഉപ്പൊക്കെ ഞാൻ നോക്കി, എനിക്ക് പാകമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പൊതുവേ ഉപ്പും മധുരമൊക്കെ കുറച്ച് കഴിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും ഉപ്പ് കുറഞ്ഞു പോകാറുണ്ട്. പിന്നെ ചേട്ടയാണ് പാകത്തിന് ഉപ്പ് ചേർത്ത് തരുന്നത്. ഇത് കുറച്ച് എസൻസാണ് കേട്ടോ. അല്ലെങ്കിൽ ചേട്ടായി പറയും ഒരു മണവും ഇല്ല, ബിരിയാണിയുടേതായ ഒരു മണവും ഗുണവും ഇല്ല എന്നൊക്കെ എന്നോട് പിന്നീട് ഉപദേശിക്കും. അതുകൊണ്ട് ചേട്ടായിക്ക് മസാലകളുടെ മണമൊക്കെ ഭയങ്കര കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. ചേട്ടായി നല്ലൊരു കുക്കാണെന്ന് പറയാൻ കാര്യമുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ചേട്ടായുടെ കൂടെ ഏഷ്യൻ ഷോപ്പിൽ പോയപ്പോൾ വാങ്ങി വെച്ചതാണ് കേട്ടോ. ഞാൻ മിൽക്ക് മെയ്ഡാണ് അന്വേഷിച്ചത്, പക്ഷേ കിട്ടിയത് നെസ്ലയുടെ ഒറിജിനൽ ഡെസേർട്ട് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഒരു ക്രീമി കൺസിസ്റ്റൻസി പായസത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അത് അവസാനം ഒഴിച്ചപ്പം കടലിൽ കായം കലക്കിയ പോലെയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നും കുറുകി വന്നു കേട്ടോ, ഒന്ന് തിക്കായി. അത് ഞങ്ങൾ അവസാനം കഴിക്കാനിരിക്കുകയാണ്. അക്കുനോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അക്കു അഭിപ്രായം പറയാമെന്ന് പറഞ്ഞത് കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനും ഇതൊന്ന് കഴിച്ച് നോക്കണം. സിയയ്ക്ക് ഞാൻ സിയയുടെ ചെയറെടുത്ത് വെച്ചിട്ട് അതിനകത്തൊരു പാത്രത്തിൽ സിയയ്ക്ക് കൊടുത്തു. സിയ കഴിച്ചൊന്നുമില്ല. ഇച്ചിരി പപ്പടമൊക്കെ ചെറുതായിട്ടൊന്ന് കടിച്ച് നോക്കി. ഞാൻ പിന്നെ അതിന് ബിരിയാണിക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പപ്പടം വറുത്തെടുത്തായിരുന്നു. പിന്നെ കുറച്ച് സാലഡ് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, കാരണം ഞാൻ മാത്രമേ കഴിക്കുള്ളൂ, അക്കു അത് കഴിക്കത്തില്ല. പിന്നെ രാത്രി ചേട്ടാക്കിയും കൂടെ വേണ്ടിയിട്ട് മതിയല്ലോ, അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ സാലഡ് ഉണ്ടാക്കിയുള്ളൂ. അങ്ങനെ എന്തായാലും ഞങ്ങളിത് കഴിക്കാൻ പോവാണ്. ഇനി ഞാനും ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കഴിച്ച് കഴിഞ്ഞിട്ട് ഉള്ളത് പറഞ്ഞാൽ അത്ര നന്നായൊന്നും ഇല്ല കേട്ടോ. അരിയൊക്കെ നന്നായിട്ട് കുഴഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ സ്പെഷ്യലല്ലേ, എൻ്റെ ഒരു ഹാർഡ് വർക്കിൻ്റെ ബലമല്ലേ, ഞങ്ങൾ കഴിക്കും കേട്ടോ നന്നായിട്ട്. അപ്പം ഞാൻ അത്ര നല്ല കുക്കൊന്നുമല്ല, ഇതൊരു കുക്കറി ചാനലും അല്ല, കുക്കിംഗ് വീഡിയോ അല്ല. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ലേറ്റർ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.